ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറൈൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രണ്ട് ഖബറിൻ്റെ അരികിലൂടെ നടന്നുപോയി. സഹാബത്തുൽ കിറാം കൂടെയുണ്ട്. അവ രണ്ട് ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാനി. ഈ ഖബറിലുള്ള രണ്ട് ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. ഖബറിൽ ഉള്ള രണ്ട് ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. രണ്ട് ഖബറിലുള്ള രണ്ടാൾക്കാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഉമാ യുഅദ്ദബാനി ഫീ കബീരിൻ. എന്നാൽ ആ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശിക്ഷിക്കപ്പെടുന്ന കാര്യം അതൊരു വലിയ കാര്യമല്ല. അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ശിക്ഷിക്കപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലുതല്ല. കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ വ്യഭിചരിച്ചിട്ടോ അല്ലെങ്കിൽ പലിശ വാങ്ങിച്ചിട്ടോ ഇങ്ങനെ മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ ഒരു വലുതായി തോന്നുന്ന ഒരു തെറ്റ് അല്ല. നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന പലതും നമുക്ക് ഖബറിൽ കിടക്കുന്നതിനേക്ക് വലിയ തടസ്സമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖബർ ഒന്നിരിക്കൽ സ്വർഗപ്പൂങ്കാവനമായിരിക്കും, അല്ലെങ്കിൽ ഖബർ നരകക്കുണ്ടായിരിക്കും. وعن عثمان رضي الله تعالى عنه قال كان النبي صلى الله عليه وسلم إذا فرغ من دفن الميت. ഒരു മയ്യത്തിനെ ഖബറടക്കിയതിന് ശേഷം വഖഫ അലൈഹി, അവിടെ തന്നെ നിൽക്കും കുറച്ചു നേരം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ്. ഒരിക്കലല്ല, ഒന്നിലധികം പലവട്ടം ചെയ്യുമ്പോഴാണ് ഈ പ്രയോഗം വരൽ. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അങ്ങനെയായിരുന്നു. അങ്ങനെ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. ഒരാളെ മറവ് ചെയ്താൽ ആ ഖബറിൻ്റെ അരികിൽ കുറച്ചു നേരം നിൽക്കും. ഫഖാല അസ്തഗ്ഫിറു ലി അഖീകും. നിങ്ങളെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണം. സുമ്മ സലൂ ലഹു തസ്ബീത് ഫഇന്നഹു അൽആന യുസ്അലു. ഇപ്പോൾ തന്നെ ചോദ്യം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യ അവസരത്തിൽ ശരിയായ മറുപടി പറയാൻ വേണ്ടിയാണ് തസ്ബീത്ത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ചോദ്യം ഇപ്പോൾ നടക്കാൻ പോകുന്നു. ആ ചോദ്യം നടക്കാൻ പോകുന്ന അവസരത്തിൽ ശരിയായ മറുപടി പറയാൻ അദ്ദേഹത്തിലേക്ക് നീ അവസരം നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. ചോദിക്കുന്ന അവസരത്തിൽ മറുപടി പറയാൻ നീ അദ്ദേഹത്തിലേക്ക് അവസരം നൽകണം. വഅൽഹിംഹുൽ ജവാബ്. മറുപടി അദ്ദേഹത്തിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കണം. ജാഫിൽ ഖബർ അൻ ജംബൈഹി. ഖബർ ഇരുവശത്തെ തൊട്ട് അകറ്റി വിശാലമാക്കി കൊടുക്കണം. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. നീ പുറത്തു കൊടുക്കണം എന്നുള്ള ആ ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇപ്പം തന്നെ ചോദ്യം വരും. വേറെയും ഹദീസിൽ കാണാം ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള യാത്രയിലെ ആദ്യ സ്ഥലം ഖബറാണ്. ആ ഖബറിൽ നിന്ന് ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ഫസ്റ്റ് കടമ്പ കടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ഫഇന്ന ബൈന ഐദീകും അഖബതൻ കഊദ. നിങ്ങളുടെ മുന്നിൽ ദുഷ്കരമായ ഒരുപാട് കടമ്പകളുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഖബതൻ കഊദ എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ. സ്വാലിഹായ അമലുകളെ കൊണ്ടും കുറ്റവിമുക്തമായ ജീവിതം കൊണ്ടും മാത്രമേ അതിനെ പ്രതിരോധിക്കാനും അതിനെതിരെ നീങ്ങുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ നിസ്കാരത്തിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് നമ്മൾ ദുആർക്കുകയാണ്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട്
സുന്നത്ത് നിസ്കാരത്തിൽ സാധാരണഗതിയിൽ വേഗം അത്തഹിയാത്ത് ഓതിയിട്ട് വേഗം സലാം വിട്ടു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നിർത്താമെന്നേ ഉള്ളൂ. അത്തഹിയാത്ത് പൂർണ്ണമായി ഓതൽ സുന്നത്താണ് എല്ലാ നിസ്കാരത്തിലും. സലാം വീട്ടുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെ ഉണ്ടോ ആ അത്തഹിയാത്തിന് ശേഷം സലാം ഉണ്ടെങ്കിൽ അതിന് കിതാബിൽ പറയുന്നത് സലാം ഉടനെയാകുന്ന അത്തഹിയാത്ത് എന്നതിനെപ്പറ്റി പറയും. അത് കിതാബിൻ്റെ ഒരു പ്രയോഗമാണ്. ആ അത്തഹിയാത്തിന് ശേഷം സലാം വീട്ടുന്ന ഏത് നിസ്കാരമാണെങ്കിലും, ദുഹറിൻ്റെ മുമ്പുള്ളതാവട്ടെ സുബഹിൻ്റെ മുമ്പുള്ളതാവട്ടെ, ഏത് നിസ്കാരമാണെങ്കിലും അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്ന നിസ്കാരമാണെങ്കിൽ, അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്ന നിസ്കാരമാണെങ്കിൽ ഒടുവിലത്തെ അത്തഹിയാത്തിൻ്റെ രൂപമാണ് അവിടെ ഇരിക്കേണ്ടത്. ആ അത്തഹിയാത്തിന് ശേഷം സലാം വീട്ടുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ അത്തഹിയാത്തിൻ്റെ രൂപവും, അത്തഹിയാത്തിന് ശേഷം സലാം വീട്ടുന്നില്ല വീണ്ടും അവൻ എഴുന്നേറ്റ് നിസ്കരിക്കും എന്നാൽ ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ രൂപത്തിലാണ് ഇരിക്കൽ സുന്നത്താണ്. ഏത് രൂപത്തിലും ഇരിക്കാവുന്നതാണ്. നിസ്കാരത്തിൽ ഇരുത്തം എന്നതേ ഫർളുള്ളൂ, ഏത് രൂപം എന്നതില്ല. അത് സുന്നത്തായ രൂപമാണ്. എങ്ങനെ ഇരുന്നാലും ഇരുത്തായിരുന്നാൽ മതി. ഇരുത്തം ആവണം. ചമ്രം പടിഞ്ഞിരിക്കാവുന്നതാണ്, ചമ്രം പടിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാവുന്നതാണ്. ഏത് കോലത്തിലും ഇരിക്കണം എന്നേ ഉള്ളൂ. ആ കോലം സുന്നത്തായ രൂപം ആണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇമാം അവസാനത്തെ അത്തഹിയാത്തിനാണ്, നമ്മുടെ അത്തഹിയാത്തല്ല, അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ അത്തഹിയാത്താണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഒന്നാമത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കേണ്ടത്. ഒന്നാമത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്നത് പോലെ ഇരിക്കണം. സലാം ഉണ്ടെങ്കിൽ ആ ഒന്നാമത്തെ അത്തഹിയാത്തിന് അബദ്ധവശാൽ അവസാനത്തെ അത്തഹിയാത്തിന് ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ രൂപത്തിൽ ഇരുന്നാൽ മാറിയിരിക്കണം. അവസാനത്തെ അത്തഹിയാത്തിരുന്നു, ഓനറിയാതെ മറന്നിട്ട് ഒന്നാമത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്നതിനെപ്പറ്റി പറയും. ആ ഇരുത്തം ഓൻ ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഓനക്ക് ഓർമ്മയായി, ഇത് അവസാനത്തെ അത്തഹിയാത്താണല്ലോ, ഇങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത്, ചന്തിൻ്റെ മേലിലാണ് ഇരിക്കേണ്ടത്. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് കാലുമ്മലാണ്, രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് ചന്തിൻ്റെ മേലിലാണ്. അതൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചതുപോലെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത് അത് വലിയൊരു തൗഫീഖാണ്. നിസ്കാരം തന്നെ വലിയൊരു തൗഫീഖാണ്. നിസ്കാരം തന്നെ ഇന്നലെ വലിയൊരു വഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, അതിൻ്റെ ഫൗണ്ടർ അയലാദരത്തിൻ്റെ അവർ വഫാത്തായിട്ട് 160-ലധികം വർഷങ്ങളായി, 170ഓളം വർഷങ്ങളായി. അപ്പോൾ അവരെപ്പറ്റി ഒരു ബൃഹത്തായ അറബി മലയാള പുസ്തകം രചിക്കാൻ വേണ്ടി ഞങ്ങൾ വാക്കവിമാരായ ആൾക്കാർ 2-3-4 കൊല്ലമായി അതിന് മെനക്കെടുന്നു. 170 കൊല്ലം മുമ്പ് മരിച്ച ഒരാളെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതണമെങ്കിൽ ഭയങ്കര പാടാണ്. അത് അവരുടെ ചരിത്രങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ്. പുസ്തകങ്ങൾ ഉറുദുവിലും ഫാരിസിയിലും തമിഴിലൊക്കെ ഉണ്ട്. മലയാളത്തിൽ വളരെ കുറവാണ്. ഉള്ളത് തന്നെ വളരെ ചരിത്രങ്ങൾ കുറവാണ്. അപ്പോൾ ചരിത്രം അന്വേഷണം എന്നുള്ളത് വലിയൊരു പണിയാണ്. അപ്പോൾ അത് രാവിലെ 7 മണി മുതൽക്ക് ഏകദേശം ഇശാക്ക് വരേക്കും അതിൻ്റെ പണിയായിരുന്നു. അപ്പോൾ സംസാരത്തിൽ എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങൾ പറഞ്ഞു, നേരത്തിന് 5 നേരം നിസ്കരിക്കണമെങ്കിൽ ജമാഅത്തായിക്കൊണ്ട് 5 നേരം നിസ്കരിച്ച് റവാത്തിബ് സുന്നത്തുകളൊക്കെ എടുത്തിട്ട് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പള്ളിയിൽ താമസിക്കണം. പള്ളിയിൽ താമസിക്കുന്ന പരിപാടി വേണം. അത് ഇമാമത്തായിരുന്നാലും വേണ്ടിയില്ല, ദർസായിരുന്നാലും വേണ്ടിയില്ല, എന്തായിരുന്നാലും വേണ്ടിയില്ല. പള്ളിയിൽ താമസിക്കുന്ന ഒരു ചുറ്റുപാട്, ആ ഒരു ചുറ്റുപാട് അള്ളാഹു ആർക്കെങ്കിലും കൊടുത്താൽ ഓനക്ക് നേരത്തിന് നിസ്കരിക്കാം. ഖുശൂഅോടുകൂടെ മറ്റ് ചുറ്റുപാടുകളൊന്നും ഞാൻ നിസ്കരിക്കാൻ കഴിയും. അതിനേക്കാളും വലിയ ഒരു അമലില്ലല്ലോ, നിസ്കാരത്തിനേക്കാളും വലിയൊരു അമലില്ലല്ലോ. അതിപ്പോൾ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കൊക്കെയാണ് പോകുന്നത്. പള്ളി ദർസുകളൊക്കെ വലിയ പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നേരിടുകയാണ്. അതൊക്കെ ഭാവി കാലത്ത് കുട്ടികൾക്കൊക്കെ അത് ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പം പറഞ്ഞു വരുന്നത്, നിസ്കരിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നത് തന്നെ വലിയ അവസരമാണ്. നിസ്കരിക്കാൻ കിട്ടുന്ന അവസരം തന്നെ വലിയ അവസരമാണ്. അപ്പോൾ
അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മൾ ചെല്ലുന്ന അള്ളാഹു എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അലിഫ് 2 ലാമ്, 1 അലിഫ് 1 ഹാ, ഇതാണത്. അള്ളാഹു എന്നുള്ളിടത്തുള്ള ഹംസ, പിന്നെ അള്ളാഹ് എന്നുള്ളത് 2 ലാമാണ്, ഡബൽ ലാമാണത്. ആ ഡബൽ ലാമ് ഒരു ലാമിനെ മറ്റൊരു ലാമിനോട് ചേർത്ത് അഥവാ ഇദ്ഗാം ചെയ്തുകൊണ്ട് അല്പം കനത്തിലാണ് ഉച്ചരിക്കുന്നത്. അതാണ് സാധനം അത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് എന്നുള്ളതിൻ്റെ ലാമിൻ്റെ മഖ്റജാണ് അള്ളാഹ് എന്നെനിക്കുള്ളത്. വാദിൻ്റെയോ ലോയിൻ്റെയോ മഖ്റജല്ല അതെനിക്കുള്ളത്, ലാമിൻ്റെ മഖ്റജാണ്, ഡബൽ ലാമാണത്. അത് കുറച്ച് കടുപ്പത്തിൽ കട്ടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉച്ചരിക്കുന്നു. പതിവ് ഉസ്താദിൻ്റെ അഭിപ്രായ പ്രകാരം കട്ടി കൂട്ടാൻ പാടില്ല. അല്ലാഹ് എന്നെന്ത് ചെയ്യണം, പറയണമെന്നും പറയാം. അത് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്കറിയില്ല, കുഞ്ഞാലങ്കാക്കാക്ക് നല്ല നിശ്ചയുണ്ടായിരുന്നു. കുഞ്ഞാലങ്കാക്കാക്ക് പതിവ് ഉസ്താദിൻ്റെ വിഷയങ്ങളൊക്കെ നല്ല അറിയായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചിരുന്നത് കോളനോട്ടിൽ, അവിടെ താഴത്തിരുന്നു പതിവ് ഉസ്താദ് ഇവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അള്ളാഹ് എന്നുള്ള സംഭവങ്ങളൊക്കെ അന്നത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞാലങ്കാക്കാക്ക് നിശ്ചയുണ്ടായിരുന്നു, കോരിയാട്ടിങ്ങനെ മേമാജിക്ക് നിശ്ചയുണ്ടായിരുന്നു. ഇതൊക്കെ നിശ്ചയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിശ്ചയുണ്ടോ ഇല്ലയെന്ന് പറയണമെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കണമല്ലോ. മേമാജിയൊക്കെ അവസരം നോക്കി സംസാരിക്കാൻ വരും. അവസരം നോക്കിയിട്ട് ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് എപ്പോഴും ചെന്നാൽ ഉസ്താദിന് വർത്താനം പറയാൻ കഴിയില്ല. ചില ആൾക്കാർ വന്നാൽ ഞാൻ ഇരിക്കാൻ പറയില്ല, ഞാൻ നിൽക്കുമ്പോൾ പിന്നെ അയാൾ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്തിനാണ്, മൂപ്പരണ്ട് വേഗം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞാനിരുന്നാലും പിന്നെ വർത്താനം കൂടിയാൽ എൻ്റെ ക്ലാസ് മുടങ്ങും. അപ്പോൾ സന്ദർഭം നോക്കി വരണം. സന്ദർഭം മറ്റൊക്കെ നോക്കി വന്നാൽ സംസാരിക്കും. മറ്റിപ്പോൾ നമ്മളെ പണി മെനക്കെടുത്തിട്ട് ഇപ്പോൾ വർത്താനം പറയാൻ കഴിയില്ലല്ലോ. നമ്മളെ പണി ചെന്നാൽ നമുക്ക് എപ്പോഴും പണി തന്നെയാണ്. ഞാനവിടെ ബോർഡ് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ഒരാളിനോട് പിന്നെ ഒരു മഞ്ചേരിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബോർഡൊക്കെ ഞാൻ കണ്ടുകിടുന്നു വല്ലാണ്ട് വർത്താനം പറയാൻ തുടങ്ങി. അപ്പോൾ അത് എഴുതിയേക്കാനുള്ള കാരണം എന്താ, ധാരാളം വിഷയങ്ങൾ നോക്കാനുണ്ട്. ഇന്നലെ തന്നെ ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തലയിലേറ്റിട്ട് വന്നിക്കണം. പല വിഷയങ്ങളും നോക്കാനുണ്ട്. പറഞ്ഞു വരുന്നത് അള്ളാഹ് എന്നതിൽ ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ദിക്റാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ദിക്റാവൂല. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ ആ അലിഫ് ലാദ് 2 ലാമിൻ്റെ ശേഷം അലിഫും ഹാ ഉണ്ട്. 2 ഡബൽ ലാമിൻ്റെ ശേഷം ഏതുണ്ട്, അലിഫുണ്ട്, ഹാ ഉണ്ട്. അത് ഉച്ചരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നല്ല ചൊല്ലണത്, ലാ ഇലാഹ ഇല്ലല്ലാഹു. അവിടെ ഇല്ലല്ലാഹുവിൻ്റെ ശേഷം അലിഫും ഹാ ഉണ്ടല്ലോ. പിന്നെ അതെങ്ങനെ രണ്ടാമത്തെ ദിക്റിൽ പോണത്? ദിക്ർ ഒന്നിച്ച് ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് ചൊല്ലാതെ ഇല്ലല്ലാഹ് എന്ന് വെച്ചാൽ ദിക്റാവൂല. ഇല്ലല്ലാഹ് അലിഫിൻ്റെ ശേഷം ഹാ ഉച്ചരിക്കണം, അലിഫും ഉച്ചരിക്കണം, അലിഫിൻ്റെ ശേഷം ഹാവും ഉച്ചരിക്കണം. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്ന അവസരത്തിൽ മഹാന്മാർ പറഞ്ഞു, ആ തക്ബീറത്തുൽ ഇഹ്റാമിലെ ലാമിൻ്റെ ശേഷമുള്ള അലിഫിന് നീട്ടേണ്ട പരിധി, ആ നീട്ടേണ്ട പരിധി 4 ഹർക്കത്ത് അത്രേ നീട്ടാൻ പറ്റുള്ളൂ. 4 ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ 1 ഹർക്കത്ത്, 2 ഹർക്കത്ത്, 3 ഹർക്കത്ത്, 4 ഹർക്കത്ത്. ഫതഹ് 1 ഹർക്കത്താണ്, കസ്ർ 1 ഹർക്കത്താണ്, ലമ്മ് 1 ഹർക്കത്താണ്, സുക്കൂന് ഹർക്കത്ത് എന്നതിനെപ്പറ്റി പറയില്ല. അപ്പോൾ ബ എന്നതിലെ ബാഇൻ്റെ മുകളിലുള്ളത് 1 ഹർക്കത്താണ്. ആ 1 ഹർക്കത്തിന് 4 വട്ടം ഉച്ചരിച്ചാൽ എത്ര സമയം ഉണ്ടാവും? അത്രേ ഏത് നീട്ടാൻ പറ്റൂ? തക്ബീറത്തുൽ ഇഹ്റാമിലെ അല്ലാഹ് എന്നുള്ളത് നീട്ടാൻ പറ്റുള്ളൂ. അല്ലാഹു അക്ബർ എന്ന് പറയൽ ഹറാമാണ്. ഒരാൾ അല്ലാഹു അക്ബർ വല്ലാതെ നീട്ടരുത്, കുറക്കാനും പാടില്ല. അത് പ്രത്യേകിച്ച് തജ്വീദിൻ്റെ നിയമങ്ങൾ പറയുന്ന കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. ഹാഷിയത്തുൽ ജസരിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ തക്ബീറത്തുൽ ഇഹ്റാമിലെ നേരെ മറിച്ച് പോക്കുവരവിൻ്റെ തക്ബീറുകൾ നീട്ടാം. 7 അലിഫ് വരെ നീട്ടാകുന്നതാണ്. 1 അലിഫിനിക്ക് 4 ഹർക്കത്തിൻ്റെ പരിധിയാണ്. മദ്ദു തബഈക്ക് 4 ഹർക്കത്തിൻ്റെ പരിധിയാണ്. അതിലപ്പുറം തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അലിഫ് നീട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല, രണ്ടും പറ്റില്ല ആ പരിധിയിൽ. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും പറ്റില്ല, അല്ലാഹു അക്ബർ അങ്ങനെയും പറയാൻ പറ്റില്ല. അല്ലാഹു അക്ബർ ആ പരിധിയിൽ അത് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ആ ഒന്നാമത്തെ ദിക്ർ ശരിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ദിക്ർ ശരിയാണ്. രണ്ടാമത്തെ ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അലിഫും വേണം, ഹാവും വേണം. ആ അലിഫും ഹാവും എന്നത് അള്ളാഹ് എന്നതിൽ പെട്ടതാണ്. അത് എവിടെ അള്ളാഹ് ഉച്ചരിക്കുന്നുവോ അവിടേക്ക് അത് വേണം. എവിടെ സുബ്ഹാനല്ലാഹ് എന്നുള്ളിടത്തും ലില്ലാഹി വജ്ജഹ്തു വജ്ഹി ലില്ലദി ഫത്തറ സ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിം, അങ്ങനെ അതിലൊക്കെ തന്നെ ഏത് വേണം, ഈ ഹാവ് ഉച്ചരിക്കണം. അപ്പം ആ രൂപത്തിൽ തന്നെയാകണം നമ്മുടെ നിസ്കാരങ്ങൾ, ആ രൂപത്തിൽ തന്നെയാകണം. അപ്പം പറഞ്ഞു വരുന്നത് അത്തഹിയാത്തിൽ നമ്മൾ അങ്ങനെ ഇരുന്നാൽ, അബദ്ധത്തിൽ രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്തിൻ്റെ കോലത്തിൽ ഇരുന്നാൽ, ഒന്നാമത്തെ അത്തഹിയാത്തിൻ്റെ കോലത്തിൽ ഇരുന്നാൽ അവന് രണ്ടാമത്തെ അത്തഹിയാത്തിലേക്ക് മാറണം. അങ്ങനെ മാറുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്നൊരു കോലുണ്ട്. നിസ്കാരം ബാത്തിലാക്കുന്ന കോലം എന്ന് പറഞ്ഞാൽ മുന്നോട്ടാഞ്ഞുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്ന വ്യക്തിയുടെ റുക്കൂഇൻ്റെ രൂപം വന്നാൽ നിസ്കാരം ബാത്തിലായി പോകും. ഇരുന്ന് നിസ്കരിക്കുന്ന വ്യക്തിയുടെ രൂപം വന്നു ഓന് മുന്നോട്ട്, ഇരുന്ന് നിസ്കരിക്കുന്ന വ്യക്തിക്ക് റുക്കൂഅ് ചെയ്യാൻ എന്ത് മതി, ഓൻ്റെ തല മുട്ടിൻ്റെ അപ്പുറത്തേക്ക് എത്തിയാൽ മതി. ഇരുന്ന് നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അങ്ങനെ റുക്കൂആയി. അപ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് രണ്ടാമത്തെ അത്തഹിയാത്തിലേക്ക് നീങ്ങുമ്പോൾ ആ നീങ്ങുന്ന അവസരത്തിൽ അവൻ മുന്നോട്ട് കൂടുതൽ ആഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലായി പോകും. നമ്മുടെ സഹോദരിമാരോട് പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പറഞ്ഞാൽ ഏതായിരുന്നു ഇപ്പോൾ അത്, എന്തെന്ന് പറഞ്ഞില്ല പേൻ, സ്ത്രീകളോട് ഇത് പറയണമെന്ന്, ദലാലുൽ ഖൈറാത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 7 ദിവസം ചെല്ലുന്നൊരു സ്വലാത്താണ്. അത് തിങ്കളാഴ്ചയും ഞായറാഴ്ചയും കുറച്ച് ഒരു 15 മിനിറ്റൊക്കെ ചെല്ലാണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഒരു 5 മിനിറ്റ് ചെല്ലാനേ ഉള്ളൂ, 5 മിനിറ്റ് ചെല്ലാനേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഇജാസത്ത് കൊടുക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ. അതിൻ്റെ ഇജാസത്ത് കൊടുക്കുന്ന ആളാണ്. ഇവർക്കൊക്കെ ഇജാസത്ത് കൊടുത്തത് മഹാനായ പിന്നെ ഉള്ളാളത്തങ്ങൾ പാപ്പാക്കും റയീസുലുലമക്കൊക്കെ ഇജാസത്ത് കൊടുത്തത് മഹാനവറുകളാണ്. അങ്ങനത്തെ സ്വലാത്തുകളൊക്കെ നമ്മുടെ സഹോദരിമാർ ചൊല്ലിയിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മ ചൊല്ലിയിരുന്നു. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളത് ചൊല്ലിയിരുന്നു. അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. അതിൻ്റെ കിതാബുകളും പുസ്തകങ്ങളും ഒക്കെ നമുക്കിപ്പോൾ വിപണിയിലുണ്ട്. മുമ്പ് അത് കിട്ടാനുണ്ടായിരുന്നില്ല, ഇപ്പോൾ അതൊക്കെ കിട്ടാനുണ്ട്. അങ്ങനെയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ 40 വയസ്സായി കഴിഞ്ഞാലൊക്കെ അത്തരം സ്വലാത്തുകൾ, ദിക്റുകൾ ഇതൊക്കെ പതിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് എന്നുള്ളത് വളരെ ബർക്കത്തുള്ള കാര്യമാണ്. ഈ ദലാലുൽ ഖൈറാത്ത് സ്വലാത്ത് രാവിലെ ദുഹൻ്റെ മുമ്പ് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസത്തെ പരിപാടികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. നമ്മളെ അനുഭവമാണ്. അത് ദുഹൻ്റെ മുമ്പ് ചൊല്ലിക്കിട്ടണം. ദുഹാംസ്കാരത്തിൻ്റെ മുമ്പ് ആ ദലാലുൽ ഖൈറാത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക്കായി കറക്റ്റിന് പരിപാടികളൊക്കെ നടക്കും. എന്തൊക്കെ പരിപാടിയുണ്ടോ ഒക്കെ നടക്കും. എങ്ങനെ നടക്കണമെന്ന് പറയാൻ കഴിയില്ല, ഒക്കെ നടക്കും. അത്രയ്ക്ക് ബർക്കത്തുള്ളൊരു സാധനമാണ് ഈ ദലാലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ സ്വലാത്ത്. അത് മഹാന്മാരായ ആൾക്കാർ ചൊല്ലിയിരുന്നാണ് സ്വലാത്ത് ഇവിടെ പ്രചരിപ്പിച്ചത്. മഹാനായ കക്കിടിപ്പുറം അബൂബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് ആ സ്വലാത്ത് ഇവിടെ പ്രചരിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ, ആ മഹാനവറുകളെ പറ്റി സ്വാലിഹായ മനുഷ്യൻ എന്ന് അള്ളാൻ്റെ റസൂൽ പറയാം. ഈ കക്കിടിപ്പുറം റഹ്മത്തുള്ളാഹിനെ പറ്റിയിട്ട് വലിയ എന്ന് പറയരുതെന്നാണ് എൻ്റെ വാപ്പ പറഞ്ഞത്. വാപ്പാൻ്റെ ഷെയ്ഖാണ്, വാപ്പാൻ്റെ ഷെയ്ഖാണ്. വാപ്പ വല്ലാതെ അടുപ്പുള്ള ആളാണ്. പള്ളിയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. സ്വന്തം കാശ് കൊണ്ട് പള്ളി ഉണ്ടാക്കി, ആ പള്ളീൻ്റെ മുന്നിൽ ഒരു കുളം ഉണ്ടാക്കി. ഇപ്പോഴും ആ കുളമുണ്ട്. മഹാനവറുകൾ പിന്നെ ഒതുകൊടുത്ത കുളമുണ്ട്. ഞാൻ ചെന്നിട്ട് ഒന്ന് ആ കുളത്തു നിന്ന് ഒതുകൊടുക്കും. കക്കിടിപ്പുറം റഹ്മത്ത് ഒതുകൊടുത്ത കുളമല്ലേ എന്ന് വിചാരിച്ച് ആ കുളത്തു നിന്ന് ഒതുകൊടുക്കും. അതൊരു ബർക്കത്താണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ മഹാന്മാരായ ആൾക്കാരെ പേരെൻ്റെ മുന്നിൽ ഒരു കുളം ഉണ്ടാവും. അത് അവർക്ക് ഒതുകൊടുക്കാനും അവർക്ക് അവിടെ അതിനാണ് ആ കുളം അവിടെ ഉണ്ടാവുന്നത്. അവിടെ തന്നെ താമസിച്ചിരുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് കല്യാണം കഴിച്ചിരുന്നില്ല. ചില കാരണങ്ങളുണ്ട് കല്യാണം കഴിക്കാതിരിക്കുക. എന്നാൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളൊരു ഫضലൊന്നുമല്ല, ശ്രേഷ്ഠതൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒഴിവാക്കലും ശ്രേഷ്ഠതല്ലല്ലോ. കാരണം കൊണ്ട് കഴിക്കാതിരുന്നതാണ്, കല്യാണം കഴിക്കാതിരുന്നതാണ്. മഹാനവറുകളെപ്പറ്റി വലിയ എന്ന് പറയരുത്. കാരണം വലിയ എന്നൊരു വലിയ സ്ഥാനമാണ്. അത് ചെറിയ സ്ഥാനം ലൗസുലാദമിന് അങ്ങനെ വലിയ സ്ഥാനമാണ്. ആ സ്ഥാനമുള്ളവരെ പറ്റി അത് പറയാവും, അല്ലാത്തവരെ പറ്റി പറയരുത്. ഒരു ബഹുമാനപ്പെട്ട ആളെപ്പറ്റി അല്ലാത്ത ആളെപ്പറ്റി ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട എനിക്ക് വലിയ സ്ഥാനം ഉണ്ടാവും. അത് പറയരുതെന്നാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെപ്പറ്റി സ്വാലിഹായ അടിമ എന്ന് പറയണമെങ്കിൽ
അവരത്രക്കും ഉന്നതനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി അങ്ങനെ പറയില്ല, ഒരാളെ പറ്റി സ്വാലിഹായ അബ്ദ് എന്ന് പറയില്ല. ഈ ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലയെ പറ്റി പറഞ്ഞു, സ്വാലിഹായ അടിമ എന്ന് പറഞ്ഞു. സ്വാലിഹായ അടിമ, ഈ സ്വാലിഹായ അടിമൻ്റെ ഖബർ കുടുങ്ങിപ്പോയി. ആ കുടുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ തസ്ബീഹ് ചൊല്ലി, നമ്മളെല്ലാവരും കൂടി തസ്ബീഹ് ചൊല്ലി തക്ബീർ ചൊല്ലിയപ്പോൾ അള്ളാഹു ആശ്വാസം ചെയ്തു കൊടുത്തതാണ്, അള്ളാഹു ആശ്വാസം ചെയ്തു കൊടുത്തതാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂൽ ഖബറും പുറത്ത് നിൽക്കുക, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുക, ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുക. ഇനി ദുനിയാവിൽ ഇവരെക്കാളും നല്ല ആൾക്കാരുണ്ടോ? അവർ നിൽക്കുക. അവരെ കൂട്ടത്തിൽ ജീവിച്ചു എന്ന് മാത്രമല്ല, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അവരുടെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ 70,000 മലക്കുകൾ വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രക്കും വലിയ ആളെ ഖബർ കുടുങ്ങിയെങ്കിൽ ഇന്ത്യ നിങ്ങളുടെ അവസ്ഥ എന്താ? അപ്പോൾ ഈ ഖബറിൻ്റെ കാര്യം ചില്ലറല്ലാതെ. അതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിനും പടച്ചോനെ ഖബറിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്, വേറെ ആരും കാണുന്നില്ല. ആ റസൂലുള്ളാഹിക്ക് കാണാൻ കഴിയും. നേരത്തെ 2 ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോൾ ഞാൻ ആ ഹദീസാണ് തുടങ്ങിയത്. ആ ഖബറിൽ ഉള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് റസൂലുള്ളാഹി കാണുകയാണ്. ഖബറിൽ ഉള്ള ആളുകളെ ശിക്ഷിക്കപ്പെടുന്നത് റസൂലുള്ളാഹിക്ക് കാണാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയില്ല. വേറെ ചില ഔലിയാക്കന്മാരായ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ശിക്ഷയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നല്ല, ഖബറിലെ അവസ്ഥയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അവൻ ഖബറിൽ അവർക്ക് ഇന്ന അവസ്ഥയൊക്കെയാണ് ഖബറിലുള്ളത്. ഓൽക്ക് അള്ളാഹു ആ കണ്ണിൻ്റെ കാഴ്ച ഭൂമിൻ്റെ ചോട്ടുക്കും കൊടുക്കും. കണ്ണിൻ്റെ കാഴ്ച ഭൂമിൻ്റെ ചോട്ടുക്ക് കൊടുത്തുകൊണ്ടാണ് അത് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ വിഷയമല്ല. എല്ലാ മഹാന്മാരായ ആൾക്കാരും പേടിച്ചൊരു കാര്യമാണ്, പഠിച്ചോന്നെ ഖബറിൻ്റെ അവസ്ഥ എന്താവും, എന്തായിരിക്കും ഖബറിൻ്റെ അവസ്ഥ? അപ്പോൾ ഈ തസ്ബീഹിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെന്നാലും വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തൊക്കെ ചെന്നാലും യാസീൻ ഓതാൻ കഴിഞ്ഞ് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരുപാട് വട്ടോതാം, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാം, തസ്ബീഹ് ചെല്ലാം. അതിൻ്റെയൊക്കെ ബർക്കത്ത്, ആ ബർക്കത്ത് കൊണ്ട് ഖബറിലുള്ള ആൾക്ക് വലിയ ഗുണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയം കിട്ടണം, സമയം കണ്ടെത്തിയിട്ട് പോകണം. ദിവസവും ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഖബറിൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഇനി അങ്ങനെ കഴിയാതെ വന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകും. എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിൽക്കും. ചില ആൾക്കാർ ഉമ്മാനോട് വർത്തമാനം പറയും, ഉമ്മ അങ്ങനെയൊക്കെ പെരയിലുണ്ട്, ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ അവർക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. അവർ സംസാരിക്കാൻ കഴിയും, അവർ കേൾക്കാൻ കഴിയും. ചില ആൾക്കാർക്ക് ആത്മീയ ബന്ധം കൊണ്ടിട്ട് അവരിങ്ങോട്ട് പറയുന്നതും കേൾക്കാൻ കഴിയും. അത് ആത്മീയ ബന്ധം വേണം, അങ്ങനെ കേൾക്കാൻ സാധിക്കും. ഏതായിരുന്നാലും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഖബർ കുടുങ്ങിപ്പോയി, ഖബർ ഇടുങ്ങിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹി ഇടപെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് കാരണം ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. രണ്ടിൻ്റെയും കാരണം ഒന്ന് തന്നെയാണ്. റസൂലുള്ളാഹി ഒരു ഖബറിൻ്റെ അരികിലൂടെ പോകും, 2 ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോൾ ആ ഖബറിൽ കിടക്കുന്ന ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നു. എന്നിട്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, ഒരാൾ ശിക്ഷിക്കാനുള്ള കാരണം നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളാണ്, ഏഷണി പറഞ്ഞു നടക്കുന്നതാണ്. ഇയാൾ പറഞ്ഞത് അയാൾക്ക് പറഞ്ഞു കൊടുക്കും, അയാൾ പറഞ്ഞത് ഇവിടെ പറയും. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ഇവൻ പറഞ്ഞത് അവിടെ പറഞ്ഞു കൊടുക്കുക, ഓൻ പറഞ്ഞത് ഇവിടെ പറയുക. ഇതാണ് മനുഷ്യന്മാർക്കിടയിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏഷണിയായിട്ട് നടക്കുക. ഭയങ്കര കുറ്റമാണ്. നമ്മൾ അറിയാതെ നമ്മളെ അമലുകൾ ഇങ്ങനെ പോവും, അതുകൊണ്ടാണ് സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത്, ഈ സാധനങ്ങളെ നരകത്തേക്ക് എത്തിക്കട്ടോ, ഈ നാവുകളെ നരകത്തേക്ക് എത്തിക്കട്ടോ, സൂക്ഷിക്കണം കേട്ടോ, നരകത്തിലേക്ക് എത്തിക്കുന്നു. അറിയാതെ പറഞ്ഞു പോകും, സൂക്ഷിക്കണം. അപ്പോൾ സൂക്ഷിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക, ബാക്കി സമയത്ത് തസ്ബീഹ് ചെല്ലുക, ആവശ്യത്തിന് സംസാരിക്കുക. എല്ലാം കൂടി ഇപ്പം നമ്മളെന്തിനാ അറിയണം? എല്ലാ കാര്യം ഇപ്പം നമ്മൾ അറിയണമെന്നില്ലല്ലോ. എന്തിനാ ഇങ്ങനെ ചോദിച്ചങ്ങാണ്ട് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കാം. എല്ലാം ഇങ്ങനെ അറിഞ്ഞങ്ങാണ്ട് നമുക്ക് എന്ത് കിട്ടാനാ? അങ്ങനെ അറിയുമ്പോഴാണ് ഈ നമീമത്തിലേക്ക് അത് പോകുന്നത്. ആ അറിഞ്ഞ കാര്യം വേറൊരുത്തനോട് പറയും, അത് മറ്റൊരുത്തനോട് പറയും. ഇങ്ങനെ 2 ആളുകൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയുന്നതിനേക്കാണ് ഏഷണി എന്ന് പറയുക. അതാണ് ഒരാളെ പണി. മറ്റാളോ മൂത്രമൊഴിച്ചാൽ നല്ലപോലെ വൃത്തിയാക്കൂല. അതന്നെയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സംഭവിച്ചത്. അതാണെന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട്. ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇരുന്നിട്ട് മൂത്രമൊഴിക്കാം, നിന്നിട്ട് മൂത്രമൊഴിക്കാം. ഇരുന്നിട്ട് മൂത്രമൊഴിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് നിന്നിട്ട് മൂത്രമൊഴിക്കുന്ന വിരോധമൊന്നുമില്ല.
എന്നിട്ട് മൂത്രമൊഴിക്കാൻ നബിസ്വല്ലാസ്മാ തങ്ങൾ നിന്നിട്ട് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അത് ഊരക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഒട്ടകപ്പുറത്തുനിന്ന് വീണു. നബിസ്വല്ലാസ്മാ തങ്ങൾ ഒട്ടകപ്പുറത്തുനിന്ന് വീണിട്ട് ഊര വളക്കാൻ വയ്യാതെയായി. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായി. അത് മനുഷ്യൻ ഉണ്ടായിക്കൂടെ, എന്താ അതിനൊക്കെ ഉണ്ടാവണേ, എന്താ താറാറ്. ഒരു മാസം സല്ലല്ലാഹു തങ്ങൾ ഭാര്യമാരെടുത്ത് പോകാതെ ചികിത്സയിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒട്ടകപ്പുറത്തുനിന്ന് വീണിട്ട് ഊര ഉളുക്കിയ അവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇരിക്കാൻ വയ്യ. ഇന്നത്തെ മാതിരി യൂറോപ്യൻ ക്ലോസറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇരിക്കാൻ വയ്യാതെ വന്നപ്പോൾ റസൂൽ നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്ന് മൂത്രമൊഴിച്ചു. അങ്ങനെ കഴിയാത്ത ഘട്ടത്തിൽ നിന്ന് മൂത്രമൊഴിക്കൊണ്ട് വിരോധമൊന്നുമില്ല. നിന്ന് മൂത്രമൊഴിക്കാവുന്നതാണ്, അതിനൊന്നും വിരോധമില്ല. കിതാബ് മസാലകൾ പഠിച്ചു വെച്ചാൽ ജീവിക്കാൻ നല്ല സുഖമാണ്. കഴിഞ്ഞ ആഴ്ച ഒരാളിനോട് പറഞ്ഞു, മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ വലിയ കഴിവുള്ള പണ്ഡിതനാണ് സദഖത്തുൽ മുസ്ലിയാർ. അവർ ഒരു പത്രം മാസിക ഇറക്കിയിരുന്നു. ഇപ്പോഴുണ്ട് ആ മാസിക, നുസ്രത്തുൽ അനാം എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഇറക്കിയിരുന്നു. അത് അടിക്കണത് കൊണ്ടോട്ടി പ്രഭാബസ് എന്നാണ്. അപ്പോഴാണ് ഞാൻ ഈ കൊണ്ടോട്ടി പ്രഭാബസ് എന്ന് പറയുന്ന ഒന്ന് അപ്പോഴെനിക്ക് ഓർമ്മ വന്നു. ഞാൻ ചെറുപ്പത്തിൽ ഓതി പഠിക്കുന്ന കാലത്തൊക്കെ ചില പുസ്തകങ്ങൾ നോട്ടീസുകളൊക്കെ കാണുമ്പോൾ പ്രഭാബ് പ്രസ് കൊണ്ടോട്ടി എന്ന് കാണും. അന്ന് അത് ഏത് നോട്ടീസ് കണ്ടാലും അതാണ്ടാവുക. അപ്പോൾ അന്ന് ഈ പരിസരത്തുള്ള മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അടിക്കണത് ഈ പ്രഭാബ് പ്രസ് എന്നാണ്. മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ വണ്ടൂരിൽ നിന്ന് വരികയാണ് പ്രഭാബ് പ്രസ്സിൽ ഒരു ബാലുണ്ടായിരുന്നു. അത്ര എനിക്കറിഞ്ഞൂടാ, ഒരു ബാലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞപ്പോഴാണ്, എനിക്കതൊന്നും വെച്ചില്ല, ഞാൻ ആ പ്രസ് ഞാൻ കണ്ടിട്ടുമില്ല. ഈ ബാലൻ ഭയങ്കര കെടിഞ്ഞ ആളെന്ന് പറയുന്നുണ്ട്. അയാൾ എവിടുത്തെ തന്നെ അറിയാം, എവിടുത്തെ തന്നെ ആൾ പണ്ടാണ് ഏതാ. അപ്പോൾ ഈ സദഖത്തുൽ ഉസ്താദ് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രൂഫ് നോക്കാനാണ്. എല്ലാം ശരിക്കും പ്രൂഫ് നോക്കിയിട്ട് അന്ന് അച്ചുകൂടുള്ള കാലമാണ്. ഇന്നത്തെ മാതിരി അച്ചുകൂടുള്ള കാലമാണ്. അത് പ്രൂഫ് നോക്കാനാണ് മഹാനവറുകൾ വരുന്നത്. സമസ്തൻ്റെ പ്രസിഡൻ്റാണ്, വലിയ മഹാനാണ്. അത് പ്രൂഫ് നോക്കാൻ വേണ്ടി വരും. അപ്പം അന്ന് ഈ മൈക്കിൻ്റെ പ്രശ്നം നടക്കുന്ന ഒരു കാലമാണ്. മൈക്കിൽ ഹുത്തുബ് പറ്റുമോ ഇല്ലേ എന്ന തർക്കം നടക്കുന്ന കാലം. ആ മൈക്കിൽ ഹുത്തുബ് പറ്റില്ല, മൈക്ക് മുക്കബ്ബിറു സൗത്താണ് എന്നാണ് സദഖത്തുൽ വാദം. മുക്കബ്ബിറു സൗത്ത് പറഞ്ഞാൽ ശരിയായ ശബ്ദമല്ല മൈക്കിലൂടെ കേൾക്കുന്നത്. ഖത്തീബിൻ്റെ ശരിയായ ശബ്ദം 40 ആൾക്കാർ കേൾക്കണം. ഖത്തീബിൻ്റെ ശരിയായ ശബ്ദം 40 ആൾ കേൾക്കണം. മൈക്കിലൂടെ വരുന്നത് ഖത്തീബിൻ്റെ ശരിയായ ശബ്ദമല്ല, മൈക്ക് ഉച്ചഭാഷിണിയാണ്. ഭാഷണത്തിനെ അത് ഉച്ചയിലാക്കുന്ന, ഉറക്കനെയാക്കുന്ന സാധനമാണ് മൈക്ക്. അപ്പോൾ ശബ്ദ തരംഗങ്ങളെ വൈദ്യുതി തരംഗങ്ങളാക്കി മാറ്റിയിട്ടാണ് അത് പുറത്തേക്ക് വിടുന്നത്. ആ പുറത്തേക്ക് വരുന്നത് നമ്മൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്തീബിൻ്റെ ശബ്ദമല്ല, യഥാർത്ഥ ശബ്ദമല്ല. ഖത്തീബിൻ്റെ യഥാർത്ഥ ശബ്ദം കേൾക്കാതിരുന്നാൽ ഖുതുബ സഹിയാവൂല, നിസ്കാരം സഹിയാവൂല എന്നാണ് സദഖത്തുൽ വാദം. ആ വാദം എവിടെ വരണ്ടെന്നറിയോ? നിക്കാഹിൻ്റെ വാചകം ചൊല്ലിക്കെടുക്കുന്നിടത്ത്. അതുകൊണ്ട് മൈക്കില്ലാതിരിക്കാൻ നല്ലത്. ഈ നിക്കാഹിൻ്റെ വാചകം ചൊല്ലിക്കെടുക്കുന്നിടത്ത് ഈ പറയുന്ന രക്ഷിതാവും ഏറ്റുപറയുന്ന പുതിയാപ്പളയും പറയുന്നത് സാക്ഷികൾ ഓല് പറയുന്നത് കേൾക്കണം. മൈക്ക് കൂടെ കേട്ടാൽ പോരാ. ഓല് നാവ് കൊണ്ട് പറയുന്നത് സാക്ഷികൾ കേൾക്കണം. അതിനാണ് വിട്ടിരിക്കരുത്, അടുത്തിരിക്കണം എന്നാണ്. വിട്ടിങ്ങനെ പോയിരുന്നാൻ പറ്റില്ല. ഇവർ പറഞ്ഞത് എന്താണെന്ന് 2 ആൾ കേൾക്കണം. ബാക്കിയുള്ളവർ കേൾക്കാതിരിക്കട്ടെ, 2 ആൾ ഏതായാലും കേൾക്കണം. അത് ആ ശബ്ദം തന്നെ കേൾക്കണം. അവിടെ കിതാബിൽ കാണും, ഇയാളിങ്ങനെ പറയുമ്പോൾ പടിഞ്ഞാട്ടുനിന്ന് കാറ്റിങ്ങനെ അടിച്ചു. ഈ കാറ്റ് കൊണ്ടാണ് സാക്ഷികൾ കേട്ടത് എന്നാൽ പറ്റില്ല. കാറ്റുകൊണ്ട് കേൾക്കുമല്ലോ, കാറ്റിനനുസരിച്ച് വരുമല്ലോ, അങ്ങനെ പറ്റില്ല. ശരിയായ ശബ്ദം തന്നെ കേൾക്കണം. അപ്പോൾ ശരിയായ ശബ്ദം തന്നെ കേൾക്കണം നോക്കുമ്പോൾ അവിടെ മൈക്ക് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ശരിയായ ശബ്ദം. ഞാനൊരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ 3 മൈക്ക്, ഒന്ന് പുതിയാപ്പള ഇങ്ങനെ തലമ്മക്കൂടെ ഇട്ടിട്ടുണ്ട്, മൂപ്പരിക്കൊന്ന്. ഒന്ന് ചൊല്ലിക്കൊടുക്കണ ഉപ്പാക്ക് തലമ്മക്കൂടെ ഒന്നിട്ടിട്ടുണ്ട് 2. മൂന്നാമത്തൊന്ന് ചൊല്ലിക്കൊടുക്കണ ഖത്തീബ്. 3 മൈക്ക്. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, അപ്പോൾ അങ്ങനെ അത്രക്കും സൂക്ഷ്മതയാണ് സദഖത്തുൽ സൂക്ഷ്മ. ഓരോ വാദം ഞാൻ പറയാണ്. അപ്പോൾ ഈ ബാലന് ഓനെ ഇതൊക്കെ വായിച്ചിട്ട്, അന്ന് വായിച്ചിട്ട് വേണോ പ്രൂഫ്, ഓൻ ഇതൊക്കെ വായിച്ചു കൊടുക്കുന്ന നല്ല നിശ്ചയുണ്ട്, ഇത് പറയാൻ നിശ്ചയുണ്ട്. അപ്പോൾ സദഖത്തുൽ വാദം മുക്കബ്ബിറു സൗത്ത് എന്നാണെന്ന് പറയും. മുക്കബ്ബിറു സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം വലുതാക്കുന്ന
സാധനമാണ് ഈ മൈക്ക്. ശബ്ദം വലുതാക്കുന്ന സാധനമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല, മുക്കബ്ബിർ സൗത്താണ് എന്നിങ്ങനെ ബാലൻ തന്നെ പഠിച്ചു ചെയ്യണം. അപ്പോൾ സദഖത്തുൽ ജാരിയ ഒരിക്കൽ വന്നിട്ടേ പ്രൂഫ് നോക്കുമ്പോൾ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ബാല ഇരുത്തിന്നിട്ട് ചോദിച്ചു, ഉസ്താദേ ഇത് മുക്കബ്ബിർ ആവൂലേ എന്ന് വെച്ചു. കാരണം കണ്ണട കൊണ്ട് എഴുത്ത് വലുതായി കാണുന്നില്ലേ, വലുതായി കാണുമ്പോൾ പറ്റൂല എന്നല്ലേ. അപ്പം ഇത് മുക്കബ്ബിർ ആവൂലേ എല്ലാവരും ബാല ഇജ്ജത് പോട ബാല പോട. അപ്പോൾ ബാലിനെ ഇത് പഠിച്ചു വെച്ചിരിക്കണേ ഈ മുക്കബ്ബിർ. അന്നത്തെ ബന്ധം, ആ ബന്ധമൊക്കെ പോയതാണ് ഈ BJP വളർന്നത്. ആ ബന്ധമൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കണം, നമുക്ക് കഴിയൂല. ആ ബന്ധം ഉണ്ടാക്കണം, അത് പോയതാണ് ഇത്. നോക്കട്ടെ ഇജ്ജ് പോട ബാല അടുത്തൊരു പറഞ്ഞതാണ്. അവിടെ വിഷയം എന്താ വെച്ചാൽ ഈ പ്രഭാപസിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി പഴങ്ങാടി പള്ളി അല്ലേ, കാതിയാരം പള്ളി അല്ലേ, ആ പള്ളിക്ക് ഒന്ന് നിസ്കരിക്കും സദഖത്തുൽ ജാരിയ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ സദഖത്തുൽ ജാരിയ ഒതു കൊടുക്കണ കണ്ടാൽ നമുക്ക് ആർക്കും കണ്ണു പിടിക്കില്ല എന്നാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒതു കൊടുത്താണ് നിസ്കരിക്കുന്നത്, മറ്റു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞാൽ. അത് പറയുന്നത് ഷാഫി മുസ്ലിയാരാണ്. ഷാഫി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം അവിടെ ശ്രോതാക്കളെ പള്ളിയിൽ മൂപ്പരാണെന്ന് പറഞ്ഞു, മൂപ്പരാത് കാണുന്നത്. മൂപ്പര് പറയാം സദഖത്തുൽ ജാരിയ ഒതു കൊടുക്കണ കണ്ടാൽ നമുക്കാർക്കും കണ്ണു പിടിക്കില്ല, എന്ത് ഒതുവെന്ന് തോന്നിപ്പോകും. മസാലകൾ പഠിച്ച ആൾക്കാർക്ക് ഒരുപാട് വിഷയങ്ങൾ അറിയാൻ സാധിക്കും. ഓൽക്കതൊക്കെ ഒപ്പിക്കാൻ കഴിയും. അത് നമുക്ക് കണ്ടുപിടിക്കൂല. അവിടെ ഞാൻ പറഞ്ഞത് കാരണം എല്ലാ മസാലയും അറിയുന്ന ആളാണ്, മുഴുവൻ അങ്ങനത്തെ ഒരാളുണ്ടായിട്ടില്ല അവിടെ. നമ്മളെ നാട്ടിൽ സദഖത്തുൽ ജാരിയ പോലെ ഒരാളുണ്ടായിട്ടില്ല എന്ന് കോട്ടൂർ ഉസ്താദാണ് പറഞ്ഞത്. കോട്ടൂർ ഉസ്താദ് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. അത്രക്ക് കഴിവുള്ള ആളാണ്. ആ കഴിവിനൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. പന്മള ഉസ്താദ് പറഞ്ഞു, ആ കഴിവിന് കാരണം ചെറുപ്പത്തിൽ മഹാനായ സദഖത്തുൽ ഉസ്താദിൻ്റെ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതി എന്നാണ്. എന്തൊരു വികൃതി, അത്ര ഭയങ്കര വികൃതി എന്നാണ്. ഈ ഭയങ്കര വികൃതിയുള്ള കുട്ടികളൊന്നും ശപിക്കൊന്നും ചെയ്യരുത്. ആ കുട്ടികൾ നന്നാവും. കുട്ടികൾ ഓല ഹയവാന കുരുത്തം കെട്ടണം തീരെ പറയരുത്. ഭയങ്കര വികൃതി എന്നാണ്. ഭയങ്കര വികൃതിയായിട്ട് സദഖത്തുൽ ജാരിയ അറക്കാൻ കെടുത്തിയ വാപ്പാന്നാണ്. പോക്കുരയിൽ അറക്കാൻ കെടുത്തിയിട്ട് കത്തിത്തിട്ട് അതിപ്പം ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊരു ചങ്ങായി വന്നിട്ട് കത്തിയൊക്കെ വെച്ച് പുയ്ക്കോളി മുനിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാണ്. അല്ലെങ്കിൽ അറക്കുമായിരുന്നു. അത്രയ്ക്ക് വികൃതിയാണ് ചെറുപ്പത്തിൽ നിന്ന്, അത്രയ്ക്ക് വികൃതി അറക്കുമായിരുന്നിട്ട് ആ കത്തി കയ്യിൽ നിന്ന് മേടിച്ച് അയാളോട് വലിയ ഇഷ്ടമെന്ന് സദഖത്തുൽ ജാരിയക്ക് പിന്നിരുന്നാണ്. ദേഷ്യം പിടിച്ചിട്ട് അറക്കട്ടെ കെടുത്തിയെന്നാണ് പറഞ്ഞത്. തമാശ പറയല്ല, അങ്ങനെ കെടുത്തി അത്രയ്ക്ക് വലിയ വികൃതിയായിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ മുല കുടിക്കുന്ന പ്രായത്തിൽ സ്വർണ്ണം അരച്ചു കൊടുത്തിരുന്നു. അത് ഭയങ്കര ബുദ്ധി ഉണ്ടാക്കുന്ന സാധനം. സ്വർണ്ണം അരച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒരു വട്ടം കെട്ടാൻ മതി, മനപ്പാടാവും. അത്രയ്ക്ക് വലിയ കഴിവുള്ള ആളാണ്. അങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ആ മഹാനവറുകളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. എന്തേ കാരണം നിസ്കരിക്കുന്നുണ്ട്. പറഞ്ഞ നിസ്കരിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറമാണ് തറ. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറമാണ്. നമുക്കൊന്നും കണ്ടുപിടിക്കില്ല, തേക്കൂല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ചെയ്യണതിനൊന്നും നമ്മൾ പിന്നാലൊന്നും പോകേണ്ട. ഓനും പഠിച്ചുകൊണ്ട് ആയിക്കോട്ടെ, ഓൽക്ക് അതിനൊക്കെ ഇതുണ്ടാവും, വകുപ്പുകളുണ്ടാവും. മസാലകൾ പഠിച്ചു വെച്ചാൽ അതിനൊക്കെ ഇതുണ്ട്, വകുപ്പുകളുണ്ട്. പരിശുദ്ധ ദീൻ അത്രയ്ക്ക് എളുപ്പമാണ്. നമ്മൾ ഇടങ്ങറാക്കണ ഒന്നും ദീനില്ല. നമ്മൾ ഇടങ്ങറാക്കണ ഒരു സാധനവും ദീനില്ല. അപ്പോൾ ഈ ഷവ്വാലിൽ, ഈ കഴിഞ്ഞ ഷവ്വാലിൽ 6 നോമ്പിൻ്റെ അന്ന് ഞാൻ സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്ത് ഒരു വിഷയത്തിലൂടെ ചെന്നു. 6 നോമ്പാണ് അന്ന്. ഞാൻ നോമ്പ് വെച്ചിട്ടില്ല, ഭയങ്കര ചൂടല്ലേ. നോമ്പ് ഫുള്ളായിട്ട് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫുള്ളായിട്ട് നോറ്റിട്ടില്ല. 6 നോമ്പ് തുടർച്ചയായിട്ട് നോറ്റിക്കണ് ഞാൻ. ആ ചെന്നന്ന് എനിക്ക് നോമ്പില്ല, എൻ്റെ കൂടെയുള്ള ആർക്കും നോമ്പില്ല, ഞങ്ങളെല്ലാവർക്കും നോമ്പ്. ഉസ്താദിന് നോമ്പുണ്ട്. അപ്പോൾ അസറിൻ്റെ ശേഷം ഉസ്താദ് ഞങ്ങളൊക്കെ പെരയെ കൊണ്ടുപോയിട്ട് 6 ചായ എന്ന് ഓർഡർ ചെയ്തു. 6 ചായ അവിടത്തേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഉസ്താദിന് നോമ്പ്, ഞങ്ങളൊക്കെ ചായയും കുടിക്കുക, എന്താ പറയാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര മടി. ഉസ്താദ് നോമ്പ് പറ്റി ഇത്ര പ്രായമുള്ള ഉസ്താദ് നോമ്പ് വിളിക്കുക, ഞങ്ങൾ ചെറുപ്പക്കാരൻ നോമ്പ് നോറ്റിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് വാക്കറിയും. ഞാൻ നിങ്ങളെ പ്രായത്തിൽ അങ്ങനെ തന്നെ ഇരുന്നത്. ആ വലിയ സന്തോഷമായി. ഞാൻ നിങ്ങളെ പ്രായത്തിൽ അങ്ങനെ തന്നെ ഇരുന്നത്. നോമ്പ് പറ്റിട്ടില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളെ പ്രായത്തിൽ അങ്ങനെ തന്നെ ഇരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും നമുക്ക് ആശ്വാസമുണ്ട്. നമ്മൾ ഇടങ്ങറായി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ദീൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ദീനിലില്ല. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടങ്ങറാവണം എന്തിനാണ്?
അള്ള ചെയ്ത നിയമങ്ങൾ, ഇടങ്ങാറാക്കാത്ത നിയമങ്ങൾ നമ്മൾ ഇടങ്ങാറാക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മൾ സുഖസുന്ദരമായി ജീവിക്കലാണ് അള്ളാഹിൻ്റെ ഇഷ്ടം. നമ്മളിങ്ങനെ ഇടങ്ങേറായിട്ടൊന്നും ചെയ്യില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മസാലകളെ പറ്റി പറഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതൊന്നും കിതാബോധി കിട്ടില്ല. ഇതിങ്ങനെ ഓരോരുത്തരടുത്ത് ബന്ധപ്പെട്ടാലേ ഈ ഇൽമുകൾ എന്തെങ്കിലും കിട്ടുള്ളൂ. അത് വലിയ ഇൽമാണേനും നമുക്കൊരുപാട് ഉപകാരം ചെയ്യും, ഒരുപാട് മാനസികമായ സന്തോഷം ഉണ്ടാക്കി തീർക്കും. ഇനി ബാലൻ്റെ കിസ്സ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ കഴിഞ്ഞ ആഴ്ച കിട്ടിയത് എനിക്ക് എടുക്കാൻ വിവരം. ആ പ്രഭാബസിനെ പറ്റി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് എന്നോട് മുന്നോട്ടിക്കാരനായ ഒരാൾ ആ വിഷയം ചെയ്ത് സുലൈമാൻ ഉസ്താദിൻ്റെ അവിടെ നിന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് മഹാനായ പൊന്മുള ഉസ്താദ് പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞതാണ് ആ വിഷയം. പൊന്മുള ഉസ്താദിൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് വിവരങ്ങളുണ്ട്. ഒക്കെ വലിയ മഹാന്മാർ, അള്ളാഹുവോടൊക്കെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഖബറിൻ്റെ അദാബിനെ പറ്റി, ഈ ഖബറിൻ്റെ അദാബിനക്ക് മെയിൻ കാരണം മൂത്രമാണ്. ഫഇന്ന ആമ്മത്ത അദാബിൽ ഖബരി മിനൽ ബൗൽ, മൂത്രം കൊണ്ടാണ്. മൂത്രം ശരിക്ക് പോകണം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഇരുന്ന സ്ഥലത്ത് തന്നെ ആ ട്യൂബിൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഇടത്തേ കൈ കൊണ്ട് ഇങ്ങനെ വരച്ച് കൊണ്ടുവരണം. അങ്ങനെ പിഴിയണം. നെസിർ ആ ട്യൂബിനെ പിഴിഞ്ഞ് മൂത്രം അവിടെയൊക്കെ തങ്ങി നിൽക്കുന്ന, ട്യൂബിൽ തങ്ങി നിൽക്കുന്ന ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ആ മൂത്രത്തിൻ്റെ ആ ഞരമ്പിലൂടെയുള്ള സഞ്ചാരത്തിന് ചെറിയ തടസ്സം വരും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുമ്പോഴും അവിടെ തടിപ്പ് വരുമ്പോഴും മൂത്രം വരുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇടുങ്ങിപ്പോവും. അപ്പോൾ പിന്നെ ആ ഇരുത്തത്തിൽ തന്നെ ശരിക്കും പോയിക്കോളണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് 7 വട്ടമെങ്കിലും തൊണ്ടനക്കില്ല എന്ന് പറഞ്ഞിട്ട് തൊണ്ട അനക്കണം. ഇനി അതുകൊണ്ട് പോകുന്നില്ലെങ്കിലും ഇങ്ങനെ നടക്കുക. 70 ചവിട്ടടി നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. 70 ചവിട്ടടി കാരണം വലിയ ആനത്തടി ഒന്നുമല്ലത്. അങ്ങനെ 1 2 3 ഇങ്ങനെ ആയ ഒരു ചവിട്ടടിയായി. ഇപ്പം 2ആയി. നമ്മൾ ഒരു കാല് പിന്നിക്കും ഒരു കാല് മുന്നിക്കും വെച്ചിട്ടുള്ള ഒരു ചവിട്ടടി. അങ്ങനെ 7 വട്ടം അങ്ങോട്ട് നടന്നാൽ 7 വട്ടം ഇങ്ങോട്ട് നടന്നാൽ മൊത്തം 10 വട്ടമായി 7 വട്ടമായില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ 7 വട്ടം. അങ്ങനെ ആകുമ്പോൾ ഒരു 70 വട്ടം നടന്നാൽ ഇത് പോകുന്നതാണ്. ഈ ഉള്ളിലുള്ളത് പോയി പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു മൂത്രത്തിൻ്റെ ട്യൂബിൽ, മൂത്രദ്വാരത്തിൽ പഞ്ഞി നിറച്ച് വെക്കൽ കറാഹത്താണ്. മൂത്രദ്വാരത്തിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറച്ച് വെക്കൽ ഈ ഇറ്റി വീഴുന്ന പുറത്തേക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നമ്മുടെ മാർക്ക കല്യാണം കഴിക്കുന്ന ആ ഭാഗത്ത് ശീല വെക്കുന്നതുകൊണ്ട് കുഴപ്പം. അതിൻ്റെ ഉള്ളിക്ക്, മൂത്രദ്വാരത്തിൻ്റെ ഉള്ളിക്ക് പഞ്ഞി കയറ്റൽ കറാഹത്താണ്. അവിടെ ശീല വെച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ട് ഒഴിവാക്കുന്നതുകൊണ്ട് ചില ആൾക്കാർ എന്നോട് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഉസ്താദ് ശീലയിട്ടാണ് നടക്കുന്നത്, അങ്ങനെ ഉറ്റുന്നൊരു സ്വഭാവമുണ്ട്, ശീലയിട്ടാണ് നടക്കുന്നത്. പിന്നെ മൂത്രമൊഴിക്കുന്ന അവസരത്തിൽ രണ്ട് ഒഴിവാക്കി കളയും, പിന്നെ വേറെ ശീല വെക്കും എന്ന് ചിലർ പറയാറുണ്ട്. അതിന് വിരോധമില്ല. അതിൻ്റെ ഉള്ളിക്ക് പരുത്തി കയറ്റുന്നത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഈ ഒന്നിരിക്കൽ തൊണ്ട അനക്കുക, പിഴിയുക, നടക്കുക, ഇങ്ങനെ നടന്നിട്ട് ആ ട്യൂബിലുള്ളത് ഒഴിവാക്കണം. എന്തെങ്കിലും കാരണവശാൽ ഉറ്റുന്ന രൂപം ഉണ്ടായിക്കൂടാ. ഉറ്റിക്കഴിഞ്ഞാൽ അത് ഖബറിലെ അദാബിനക്ക് വലിയ കാരണമാകുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനോഹരം ചെയ്യാൻ നമുക്ക് വെള്ളം പറ്റുന്നത് പോലെ തന്നെ കല്ലും പറ്റും. വെള്ളം കിട്ടാത്തപ്പോൾ കല്ലെന്നല്ല, വെള്ളം ഉള്ളപ്പോൾ തന്നെ കല്ലും പറ്റും. ഒന്നിരിക്കൽ വെള്ളം കൊണ്ട് മനോഹരം ചെയ്യുക, അല്ലെങ്കിൽ കല്ല് കൊണ്ട് മനോഹരം ചെയ്യുക. അത് കാഷ്ടത്തിനും പറ്റും, മൂത്രത്തിനും പറ്റും. അത് നമ്മൾ കാഷ്ടിക്കുന്ന അവസരത്തിൽ നമ്മുടെ ആ മൂലം, ആ വട്ടക്കണ്ണിൻ്റെ പുറത്തേക്ക് കാഷ്ടം മായിക്കഴിഞ്ഞാൽ പിന്നെ കല്ല് പറ്റില്ല. ആ വട്ടക്കണ്ണിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളതെങ്കിൽ കല്ല് പറ്റും, അല്ലെങ്കിൽ കല്ല് പറ്റില്ല. കല്ലുകൊണ്ട് നജസ് നീങ്ങിപ്പോവില്ല. കല്ലുകൊണ്ട് നജസിനക്ക് ആശ്വാസം കിട്ടുള്ളൂ. തഖ്ഫീഫുൻ നജസ് എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. വെള്ളം കൊണ്ട് ഇസാലത്തുൻ നജസ് നീങ്ങിപ്പോവും. കല്ലുകൊണ്ട് തഖ്ഫീഫുൻ നജസാണ് അവിടെ വരുന്നത്. അപ്പോൾ വെള്ളം ഉണ്ടായിരിക്കെ തന്നെ കല്ലുകൊണ്ട് മനോഹരം ചെയ്യാവുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ആദ്യം കല്ലുകൊണ്ട് മനോഹരിക്കുക, പിന്നെ വെള്ളം കൊണ്ട് മനോഹരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ രൂപം വെള്ളം കൊണ്ട് മാത്രം, മൂന്നാമത്തെ രൂപം കല്ലുകൊണ്ട് മാത്രം. അപ്പോൾ വെള്ളം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം, കല്ലുപയോഗിക്കാം. ഒരു കല്ലിൻ്റെ 3 ഭാഗമോ അല്ലെങ്കിൽ 3 കല്ലോ, പിന്നെ വേണമെങ്കിൽ പിന്നെയും കല്ല് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കല്ലിൻ്റെ 3 ഭാഗമോ അല്ലെങ്കിൽ 3 കല്ലോ ഉപയോഗിച്ച് കൊണ്ടിട്ട് മനോഹരം ചെയ്യാവുന്നതാണ്. അത് വെള്ളം ഉള്ളപ്പോൾ തന്നെ കല്ല് ഉപയോഗിക്കാവുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് നമ്മുടെ എഞ്ചിനീയർ മുഹമ്മദ് അലിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരിൽ ദുആ ചെയ്ത്, ഉപ്പ മരിച്ച മാസം അത്
മരിച്ച ദുൽഹിജ്ജ മാസം നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് വന്ന ശാന്തനായ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിലും വീടുകളിലും മറ്റുമൊക്കെ ഒരുപാട് രോഗികൾ പല വിധേന വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ജല്ല ജലാലുവായ അള്ളാഹു നമ്മുടെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനും ഉംറക്കും പോയ നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നാട്ടിലേക്ക് റാഹത്തോടുകൂടെ തിരിച്ചെത്തി നമ്മളുമായി കാണാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കരകയറ്റി നമുക്ക് അള്ളാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.